ദേ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് PVS സ്കൂൾ ഓഫ് നഴ്സിംഗിലേക്ക് പോകാൻ റെഡിയായിരിക്കുകയാണ്. ക്രൂ ഒക്കെ എൻ്റെ വണ്ടിയിൽ കയറി ഞാൻ എന്തെല്ലാം അങ്ങോട്ടൊന്ന് പോവുകയാണ്. ഓക്കെ. പുൽനാമ്പ് തെളിയാത്ത പാറ മണ്ണിൽ പൊന്നു വിളയിപ്പിച്ച ഒരാളുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്ക വല്യേട്ടനിൽ ചെയ്തൊരു കഥാപാത്രമാണ്. അത് കുട്ടികളെ എങ്ങനെ പുല്ല് തെളിയിപ്പിക്കുകയോ അതോ സ്വർണ്ണം വിളയിപ്പിക്കുകയോ നമുക്ക് നോക്കാം. PSV സ്കൂൾ ഓഫ് നഴ്സിംഗ് കോഴിക്കോട്. അവിടെയാണ് നിൽക്കുന്ന നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ ആദ്യമായി വേദിയിലേക്ക് ഞാനൊരു സുന്ദരനെ അങ്ങോട്ട് വിളിക്കുകയാണ്. മിസ്റ്റർ സച്ചിൻ. സച്ചിനൊക്കെ ഒരേ എന്താണ് ഗ്രൗണ്ട് സപ്പോർട്ടാണ്. ഫാൻസാണ്. അതെ, ഫുള്ള് ഫാൻസാണ്. അപ്പം ഞങ്ങളെ കൂടെ ഫാൻസാക്കി എടുക്കണം. സച്ചിൻ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ തേർഡ് ഇയർ GM നഴ്സിംഗ് ആണ്. എവിടെയാണ്? നാട് എവിടെയാണ്? ഞാൻ കണ്ണൂരാണ്. കണ്ണൂർ തലശ്ശേരിയാണ്. അപ്പോൾ മനോഹരമായ ഒരു പാട്ടോടുകൂടി നമ്മൾ എപ്പിസോഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സച്ചിൻ, ഞാൻ പ്രസിഡന്റായിട്ടുള്ള അതെ വീസിപ്പോന പുഴലിൽ എൻ വേകൾ സായവില്ലേ ഒരു പട്ടാമ്പൂച്ചി മോത് അത് പട്ടണ സായന്ത് തടി എന്തൻ കാത சொல்ல എൻ നിദയം കൈയിൽ വയ്ത്ത് വരെ. സാർ, എന്നെ ഒന്നും ചെയ്യരുത് സാർ, എനിക്കറിയാതൊരു അബദ്ധം പറ്റിയതാ. ഇല്ല, പാടാറില്ല. പിന്നെ കൊള്ളാം, നന്നായിട്ടുണ്ട്. പാട്ട് പഠിക്കണം, ഇത് കൂടുതൽ ലിറിക്സ് പഠിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകാം അല്ലേ? തുടങ്ങാം. റെഡി, ആക്ഷൻ. നിലമ്പൂരിലെയും കൂടല്ലൂരെയും Father Paul, all the best. പുൽനാമം തെളിയാതെ പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരെയും കാട്ടിൽ കൂപ്പണിക്ക് പോയും അങ്ങനെ കൊണ്ടും കൊടുത്തും വരുന്ന കാലത്ത് രാമനുണ്ടില്ല മാധവനെ ഇറക്കിയ മാധവനുണ്ടി ഒഴുകിയ വിയർപ്പിന് ചുവപ്പിന്റെ നിറമായിരുന്നു. അല്ല, എന്താ ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. ഇപ്പോ വന്നിരിക്കുന്നത് പഴയ കടങ്കഥകൾ പറയാനും നെഞ്ചു വിരിച്ച് പഴയ കഥകൾ പറഞ്ഞ് നെഞ്ചു വിരിക്കാനും അല്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. വന്നത് പഴങ്കഥകൾ പറയാനും ആഴകാലത്ത് ഉണ്ടാക്കിയ കഥകൾ പറഞ്ഞ് നെഞ്ചു വിരിക്കാനും അല്ല. നിങ്ങൾ ഉണ്ടാക്കിയൊരു മകനുണ്ടല്ലോ, നീ പോടാ. അത് വേണ്ട, മത്തങ്ങ തറിയാ ധൈര്യം എങ്കിലും വടപ്പുറത്തേക്ക്. മുൾക്കായക്ക് വിഷം പോലെയുള്ള ഒരുത്തൻ. അവനെ ആള് മാറി അടിച്ചു പോയി. സോറി. ദേ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറയണം, പിപ്പിടി പിപ്പിടി പരിപാടി പിപ്പിടി കഥകൾ കൊണ്ട് രാമനുടെ അടുത്തേക്ക് വരരുതെന്ന്. അല്ല, സോറി, മാധവനുടെ അടുത്തേക്ക് വരരുതെന്ന്. മകന് കൊള്ളി വെക്കാൻ ഒരു മകനില്ലാന്ന കാര്യം നിങ്ങൾ ഓർക്കണം. മകന് കൊള്ളിയൊക്കെ ഒരു മകനില്ല. അല്ല, പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കിൽ കൊന്നിടേ. കൊള്ളി വെക്കാൻ അല്ല, വിട്ടുപോയി, ഡയലോഗ് പറഞ്ഞു. എന്റെ ഭയ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും. കൊള്ളി വെക്കാൻ ഒരു മകനെ അവന് ദൈവം കൊടുത്തില്ലെന്ന കാര്യം അവൻ ഓർക്കണം. ഈ കർമ്മം ചെയ്യാൻ തന്തയാ നിങ്ങൾ കൂടി തയ്യാറാണെങ്കിൽ മാത്രം മതി ഇവനെ എന്റെ അടുത്തേക്ക് തുടലയിച്ചു വിടാൻ. ഓക്കെ. ക്യാമറാമാനാണ്. കല്യാണം വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്ന ഒറിജിനൽ കിട്ടാനായിട്ട്. ശരി, ഇവന്റെ കളിയെണ്ണ ബാഹുബലിയൊക്കെ ചെയ്താന്ന്. ഹലോ, ഹായ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. പേരെന്താണ്? ഐഷ ഫാത്തിമ. ഐഷ ഫാത്തിമ. എവിടെയാണ് നാട്? ഇവിടെ തന്നെ, നല്ലോളം. നല്ലോളം. ഇവിടെ ഏതിനാണ് നമ്മൾ പഠിക്കുന്നത്? GNM തേർഡ് ഇയർ. ഓക്കെ.
അപ്പം നമുക്ക് ഒരു പാട്ടിലങ്ങോട്ട് ഒരു മാപ്പിള പാട്ടിലങ്ങോട്ട് തുടങ്ങിക്കളെ. എനിക്ക് പാടാൻ അറിയില്ല, അഭിനയം മാത്രമേ അറിയോ, പാടാൻ അറിയാത്തൊരു കുട്ടിയാണ്. അഭിനയിക്കാനും അറിയില്ല, പാടാനും അറിയില്ല. അപ്പോൾ ഐഷ ഫാത്തിമയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം നല്ലൊരു വിഷസ്, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ഐഷയെ കൊണ്ട് 2 വരി പാട്ട് ഇന്ന് വരെ ഐഷ പാടിയിട്ടില്ല. സോ ഇന്ന് ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് നമ്മൾ പറയുന്നത് കേൾക്കണമെന്നാണ് അർത്ഥം. 2 വരി പാടും. അഴകുള്ള ഫാത്തിമ, അരിമുപ്പു ഫാത്തിമ, അള്ളാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ, അള്ളാന്റെ സ്വർഗ പൂവനത്തിലെ റാണി ഫാത്തിമ, അതിലങ്ക തിങ്ക ശോഭയേറും ഏറും ഫാത്തിമ, തങ്കമാർന്ന പെൺകൊടി തങ്കമാരിലെ റാണി, താരങ്ങൾ പൂത്തപ്പോൾ ചിരി തൂകും. അടിപൊളി, സൂപ്പർ, നല്ല കുരുതാട്ട് പാടി കേട്ടോ, നല്ല വോയിസ് ആണ്. അപ്പൊ നമുക്ക് ആക്ടിംഗിലേക്ക് കിടക്കാം. പുൽനാമ്പൂട്ട് ചുമ്മാ ട്രൈ ചെയ്യും. റെഡി, ആക്ഷൻ. പുൽനാമ്പ് വിളയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാട്ടിൽ കൂപ്പിൽ കൂപ്പ് പണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും വളർന്നവനാണ് ഈ മാധവനുണ്ണി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാൻ പാടല്ലേ? എന്നാ ഈ സത്യസന്ധനം അങ്ങോട്ട് പോട്ടെ. ശരി, കൊണ്ടും കൊടുത്തും വളർന്നവനാണ് ഈ മാധവനുണ്ണി. ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. പഴങ്കഥകൾ പറഞ്ഞും ആളായി നെഞ്ചു ഇരിക്കാനും വന്നവനല്ല ഈ മാധവനുണ്ണി. ആണോ? ആയിരിക്കും. ഈ കേസിന് കോടതി പോരാ, പട്ടാള കുറച്ചും കൂടി നല്ലത്. പട്ടാളോ? ദൈവമേ, ഈ കേസ് അതിർത്തി വിട്ട് പോവേടാ. മുൾച്ചെടിയിൽ വിശക്കായ പോലെ നിങ്ങൾക്കുണ്ടായ ഒരു മകനുണ്ടല്ലോ, ഇതാ നിൽക്കുന്നു, ശവരാമൻ. അവനോട് പറയണം മാധവനുണ്ണിയോട് പിപ്പിടി കാണിച്ചു വരരുതെന്ന്. വന്നാൽ കൊള്ളി വെക്കാൻ. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെ കൊണ്ടൊരു വഴിക്കിറങ്ങി എന്നെ വേണം തല്ലാൻ. മരം കോടനാ താൻ. കാളെ പറ്റുമെന്ന് കേട്ടാ ഉടനെ കയറെടുക്കുന്ന പോത്തക്കോടൻ. ഒരു മകൻ ദൈവം അവന്റെ മകനെ കൊടുത്തിട്ടില്ല. ദൈവം അവന്റെ മകനെ കൊടുത്തിട്ടില്ല. ആണ് ആണ്. ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായ ആദ്യത്തെ കുറച്ച് ഡയലോഗ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അത് അഭിനയിച്ചു പറയണം. ഇത്രയും പറയണം. അഭിനയിക്കാനോ? അഭിനയം നോക്കാം. പുൽനാമ്പ് പക്ഷെ ആ ഒരു സാധനം അങ്ങോട്ട് വന്നായിരുന്നു, അങ്ങോട്ട് പോയി കിട്ടി. പുൽനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും അഭിനയിക്കണം. പുൽനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും. അങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പോവൂല. വല്ലാതെ പ്രഷറുള്ളതാ, നീ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ. പുൽനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാട്ടിൽ കൂപ്പിൽ കൂപ്പ് പണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും വളർന്നവനാണ്. കൊണ്ടും കൊടുത്തും വളർന്നവനാണ് മാധവനുണ്ണി. ഒഴുക്കിയ വിയർപ്പിന് ചോരയുടെ വിയർപ്പിന് ലിപ്സ്റ്റിക് മാത്രം കാണിച്ചിട്ടുണ്ട്. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. നന്നായിരിക്കുന്നു. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. കഴിഞ്ഞ് അത്രേ ഉള്ളൂ. അത് മതി. എന്തായി സാർ? നമ്മൾ വിചാരിക്കുന്ന ആളെയല്ല, ഇദ്ദേഹം മഹാനുഭൂപതിയാണ്. എന്താ മോന്റെ പേര്? അമൻ. അമൻ. ഇവിടെ ഇപ്പോൾ ഏത് ഇയർ? തേർഡ് ഇയർ ആയി. നാട് എവിടെയാണ്? നാട് പയ്യോളി. അപ്പോൾ റെഡി, ആക്ഷൻ. പറയാൻ ഒരു പാട്ട് പാടാൻ. എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ മുണ്ടില്ല. പുൽനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പാട്ട് പാടണ്ട, അഭിനയിച്ചാൽ. പുൽനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ ഇങ്ങോട്ട് പാടാം.
ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? പുൽനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലും കൂടല്ലൂരിലും കൂടല്ലൂരിലും കാട്ടിൽ എന്തെങ്കിലും ആവട്ടെ, അർത്ഥം മനസ്സിലായല്ലോ. കൂപ്പിൽ കൂപ്പ് പണിയെടുത്തും എവിടെ കൂപ്പിൽ കൂപ്പിൽ കൂപ്പ് പണിയെടുത്തും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന രാമൻ മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് ചോരയുടെ ചുവപ്പ് നിറമാണ്, ചോരയുടെ ചുവപ്പ്. ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ പഴങ്കഥകൾ പറഞ്ഞ് ആളാകാൻ വന്നതല്ല ഞാൻ. പഴങ്കഥകൾ പറഞ്ഞ് ആളാകാൻ വന്നതല്ല ഞാൻ. അത്രേ അറിയാം. നെഞ്ചു വിരിക്കുന്നതൊക്കെ മറന്നുപോയി. നെഞ്ചു വിരിക്കാൻ വന്നതല്ല ഞാൻ. ഭയങ്കരമാണോ ഭയങ്കരം. ജ്ഞാനികളാണോ ജ്ഞാനികൾ. വന്നത് പഴങ്കഥകൾ പറഞ്ഞ് ആളാവാനും ആളായ കഥകൾ ഓർത്ത് നെഞ്ചു വിരിക്കാനും വന്നതല്ല ഞാൻ. ഇരിക്കാനും വന്നതല്ല ഞാൻ. മുൾച്ചെടിയിൽ വിശക്കായ പോലുള്ള നിന്റെ മകനുണ്ടല്ലോ, മകനുണ്ടല്ലോ ശിവരാമൻ. അങ്ങോട്ട് പറയാം, എന്റെ അടുത്ത് മകനുണ്ടല്ലോ ശവരാമൻ. അവനോട് പറയണോ മാധവനുണ്ണിയോട് പിപ്പിരി കാണിക്കാൻ വരുതെന്ന്. എന്താ വന്നാൽ കൊള്ളി വെക്കാൻ നിനക്കൊരു മകനുണ്ടാവില്ല. നിനക്കൊരു മകൻ ഉണ്ടാവില്ലേ? ഓക്കെ, നീ പൊയ്ക്കോ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. കുഞ്ഞോനെ ഇതിലെ വീട്ടിൽ പെണ്ണുകാണാൻ വരുന്നതാണ്. കുറച്ചൊക്കെ ഉഷാറായിട്ട് വരും. എന്താണ് പേര്? ശ്രീരമ്യ. ശ്രീ രമ്യ. എവിടെയാണ് നാട്? ഇവിടെ കോഴിക്കോട്. ഇവിടെ ഏത് ഇയറായി മോള്? തേർഡ് ഇയർ ആയി. എന്നാ റെഡി ആക്ഷൻ. പുൽനാമ്പ് തെളിയാത്ത കൊല്ലരുതേ. പുൽനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും ഗൂഡല്ലൂരിലെയും നിലമ്പൂരിലെയും ഗൂഡല്ലൂരിലെയും കാട്ടിൽ കൂപ്പിൽ കൂപ്പ് പണിക്ക് പോയും കൊണ്ടും കൊടുത്തും അങ്ങനെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് ലക്ഷ്മിക്കുട്ടി. ഇയാൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? സ്വന്തം കുടുംബത്തിലെ താളപ്പിഴകൾ ആന്റിന്റെ ഉമ്മറത്തെ ലലക്ക് വെളുപ്പിക്കേണ്ടത് ഏകണ്ട വട്ടാണോ? അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന കാലത്ത് മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ പറഞ്ഞ് നെഞ്ചു വിരിക്കാനോ ആളാവാനോ വേണ്ടിയല്ല. പിന്നെ മുള്ളുചെടിക്ക് വിഷക്കായ പോലെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു മകനുണ്ട്, നിൽക്കുന്നു, ശവരാമൻ. എന്റെ വീട്ടിൽ മാത്രമല്ല, നിന്നെ കൊടകി ഏരിയ പോലും കണ്ടുപോരുത്. അവനോട് പറയണം മാധവനുണ്ണിയോട് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. ഞാൻ അത്രേ പഠിച്ചുള്ളൂ. കൊള്ളി വെക്കാൻ അവനും ദൈവം മകനൊരു അല്ല അവന് ദൈവം മകനെ കൊടുത്തിട്ടില്ല. മകന്റെ അച്ഛന്റെ ആരാണ്? ഈ കഥക്കു തരം ചൊല്ലുവാൻ പോരാമോ? ഇല്ലെങ്കിൽ സമ്മാനം. ദൈവം അവനൊരു മകനെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടി വരും. ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായ നീ തയ്യാറാണെങ്കിൽ മാത്രം അവൻ എന്റെ അടുത്തേക്ക് വിടാനാ. കുടലോ? അതെ, അതാണ് പറഞ്ഞേ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ട്. ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായ നീ തയ്യാറാണെങ്കിൽ മാത്രം അവൻ എന്റെ അടുത്തേക്ക് തുടലയച്ചു വിടാൻ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിൽക്കാൻ നേരമില്ല. എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ഉണ്ട്, അടുത്ത് ഇദ്ദേഹത്തിനെ വിളിക്കണം. കാരണം ഞങ്ങൾക്ക് അഭിനയം എന്താണെന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയാണ്. മിസ്റ്റർ ലിയോ. ലിയോ എവിടെയാണ് നാട്? എൻ്റെ കാസർഗോഡാണ് നാട്. ഇവിടെ ഇപ്പോൾ ഏത് ഇയറായി? ഇതിപ്പോൾ തേർഡ് ഇയർ. റെഡി ആക്ഷൻ. പുൽനാമ്പ് തെളിയാത്ത പാറമടയിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലും കൂടല്ലൂരിലും കൂപ്പിൽ പണിക്ക് പോയും കൂപ്പ് ലേലം കൊടുത്തും അങ്ങനെ കൊടുത്തും വളർന്ന കാലത്ത് മാധവനുണ്ണി ഒഴുക്കിയ വേർപ്പിന്റെ നിറം ചുവപ്പായിരുന്നു, ചോരയുടെ ചുവപ്പ്. പഴങ്കഥകൾ ഓർമ്മിപ്പിക്കുവാനും ആളായ കഥകൾ പറഞ്ഞ് നെഞ്ചുപിരിക്കാനുമല്ല. നടക്കുന്ന കാര്യം വല്ലതും പറ ജംഷീറെ. ഇത് നിന്റെ അവസാനത്തെ ഐഡിയ. ഇതിലും വരെ രക്ഷപ്പെടും. മുൾച്ചെടിക്ക് വിഷക്കായ പോലെ നീ ഉണ്ടാക്കിയ ഒരു മകനുണ്ടല്ലോ, ശവരാമൻ. അവനോട് പറയണം കൊള്ളി വെക്കാൻ ദൈവം അവനോട് എന്റെ മുന്നിൽ പിപ്പിടി വിദ്യകൾ കാണിക്കാൻ വരരുതെന്ന്. കൊള്ളി വെക്കാൻ ദൈവം അവനൊരു മകനെ കൊടുത്തിട്ടില്ല. ആ കർമ്മം തന്തയായ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം വേണം അവനെ തൊഴിലഴിച്ച് എന്റെ മുന്നിലേക്ക് വിടാൻ. അടിപൊളി, സൂപ്പർ.
അവനെ കുഴമ്പ് തേച്ച് നല്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് വയർ നിറച്ച് വല്ലതും കൊടുക്കേ. വിളിച്ചത് പോ. ഹലോ ഹലോ. എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന ഒരാളാണ് അല്ലേ? എന്താണ് പേര്? അനുപ്രിയ. അനുപ്രിയ. അനുപ്രിയ എവിടെയാണ് നാട്? ചേളന്നൂർ, കോഴിക്കോടാണ്. ഇവിടെ ഇപ്പം ഏത് ഇയറായി? 3rd year. ആക്ഷൻ. ഓക്കെ. കൊല്ലവർഷം ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്ന് എന്താണ്? എന്ത് വിളയിപ്പിച്ച്? ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടലൂരിലെയും കൂപ്പിൽ കുടലൂരല്ല കൂടല്ലൂർ. നിലമ്പൂരിലെയും കൂടലൂരിലെയും കൂടിൽ കൂപ്പ് പണിക്ക് പോയും. ഒരു മാറ്റിലോട്ടോ നീ ചുമ്മാ വന്നിറങ്ങിയപ്പോ തന്നെ ഡാർക്കാക്കല്ലേ, സ്ഥിരമുള്ള പരിപാടിയാണ്. കൂപ്പിൽ കൂപ്പ് പണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്നവനാണ് ഈ മാധവൻ. അങ്ങനെ കൊണ്ടും കൊടുത്തു വളർന്ന കാലത്ത് മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന്റെ നിറമാണ് ചുവപ്പ് നിറം, ചോരയുടെ ചുവപ്പ് നിറം. എന്നാലും ഭഗവതി, ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അണ്ടവാ. വന്നത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനും ആളായ കാലത്തെ കഥകൾ. വന്നത് പഴഞ്ചൊല്ലുകൾ. വന്നത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനും ആളായ കഥകൾ പറഞ്ഞ് നെഞ്ചു വിരിക്കാനുമല്ല. മുൾച്ചെടിക്ക് വിശക്കായ ഉണ്ടായ പോലെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു മകനില്ലേ, ഇതാ നിൽക്കുന്നു ശവരാമൻ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. അവനോട് പറയണം മാധവനുണ്ണിയുടെ അടുത്ത് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. കൊള്ളി വെക്കാൻ അവന് ഒരു മകനെ ദൈവം കൊടുത്തിട്ടില്ല. ഈ കർമ്മം ചെയ്യാൻ തന്തയായി നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം അവനോട് അവനെ എൻ്റെ അടുത്ത് തുടരഴിച്ച് വിടണം. മനസ്സിലായോ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. നിർത്താതെ 3 വർഷം പറഞ്ഞു. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കരൾ. വെരി ഗുഡ്. കറക്റ്റാ. കളരി. നിർത്താതെ 3 വർഷം പറഞ്ഞു. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കളറാണ്. പുതിയ കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. എല്ലാരും വിളിച്ചു. അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം വാമോനെ. ഇങ്ങോട്ട് ഞാനില്ല, എനിക്ക് ഷുഗറാ. ചുമ്മാ വാടാ. നിന്റെ അടുത്ത് ഇവിടെ വാടാനല്ലേ എടാ, ഇത് സ്കൂളിൽ കൊണ്ടാക്കുന്ന കൊച്ചു പിള്ളേരെ കൊണ്ടല്ലോടാ നിന്നെ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ പറ. എന്തൊക്കെയുണ്ട്? ഇവിടെ ഏത് ഇയറായി? 3rd year. പേരെന്താ? ഡൊണാൾഡ് സെബാസ്റ്റ്യൻ. ഓക്കെ. പാട്ടൊരു 2 വരി പാടുകയാണെങ്കിൽ നിനക്ക് അഭിനയിക്കാൻ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിടാം. പാട്ട് 2 വരിയോ? അങ്ങനെയാണ് നീ രക്ഷപ്പെട്ടു. നീല നിലവേ നിലവിനഴകെ താരമരികെ വിരിയും ചിരിയെ പാടിയുണരാൻ ചിറകിനരയിൽ തോണലുണരും മനസ്സിൻ വെറുതെ താനെ മാഞ്ഞു. ഈ പറഞ്ഞ പാട്ട് പാടാൻ പോവുകയാണ്. എല്ലാം ശ്രദ്ധിച്ച് കേട്ടോണം. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? നീല നിലവേ നിലവിനഴകെ താരമരികെ വിരിയും ചിരിയെ പാടിയുണരാൻ ചിറകിനലയിൽ തോണലുണരും മനസ്സിൻ വെറുതെ താനെ മാഞ്ഞലോകം. ഇത്രയും കണ്ടത് മറന്നു. സംഭവം ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇവ പണ്ട് കണ്ട സിനിമയാണ്. പടം ഇറങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ള പണ്ട് കണ്ട സാധനമാണ്. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. നിന്നെപ്പോൾ ഞാൻ വെറുതെ വിടും. പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഒരു 2 വരി അതിനകത്ത് നിന്ന് ആക്ട് ചെയ്യാൻ. പുൽനാമ്പ് ചുമ്മാ എൻ്റെ ഒരു ആഗ്രഹം. 2 വരി. ഓക്കെ.
റെഡി ആക്ഷൻ. പുന്നാവ് തെളിയാതെ പാറമണ്ണിൽ കുപ്പ് വിളിയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കുപ്പ് പണിക്ക് കുപ്പ് ചെയ്ത് വളർന്നവനാണ് ഈ മധു. ഇത്രയും മതി. ഇതൊന്ന് ആക്ട് ചെയ്ത് പറഞ്ഞിട്ട് നീ പൊയ്ക്കോ. അഭിനയകലയിൽ നിന്റെ ഏറ്റവും ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. പുന്നാമ്പ് തെളിയാതെ പാറമണ്ണിൽ പൊന്നു വിളിയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കൂപ്പിൽ കുപ്പ് പണിയെടുത്തും വളർന്നവനാണ് ഈ മാധവനുണ്ട്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. PVS സ്കൂൾ ഓഫ് നഴ്സിംഗിലായിരുന്നു നമ്മൾ. കണ്ടല്ലോ, അടിപൊളി കുട്ടികളാണ്, ഫുൾ ഓണാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് സമയമായി. അടുത്ത എപ്പിസോഡിന് അടുത്ത ഗ്യാങ് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി കാണുന്നത് വരെയും ഗുഡ് ബൈ.